ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഒരു ക്യാരറ്റ് എടുത്ത് അതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കണം. കട്ടി കുറച്ച് വേണം അരിഞ്ഞെടുക്കാൻ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ ലേശം കടുകിട്ട് പൊട്ടിക്കണം. ഇതിലേക്ക് 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കണം. അതൊന്ന് മൂത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില ലാസ്റ്റ് നമ്മൾ ഇടുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ കുറച്ചിട്ടാൽ മതി. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് വേവുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിനോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായി 1/2 കപ്പ് തേങ്ങ, അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകും കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഈ സമയം ക്യാരറ്റ് വെന്തിട്ടുണ്ടാകും. അതൊന്ന് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ചെറിയ തീയിലിടണം. ഇനി നമുക്ക് ഈ അരപ്പിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. ലേശം പുളിയുള്ള തൈരാണ് ഒഴിക്കേണ്ടത്. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട, തൈര് ചേർത്ത് ഒന്ന് നന്നായിട്ട് കലക്കിയെടുക്കണം. ഇനി നമുക്കിത് ക്യാരറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ വളരെ ചെറുതായിരിക്കണം, തിളയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് തീ വളരെ കുറച്ച് മാത്രമേ വയ്ക്കാവൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നല്ല കട്ടിയായിട്ട് തോന്നുന്നുവെങ്കിൽ ലേശം വെള്ളം ഒഴിക്കാം. ഒപ്പം തന്നെ ഉപ്പും കൂടി നോക്കണം. ഇനി ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുമ്പോൾ നമ്മൾ പച്ചടി റെഡിയായി. ഇത് ക്യാരറ്റ് പച്ചടിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. ഒപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.